ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേട ഉണ്ടാക്കാം. പേടയുടെ റെസിപ്പി ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു, പാൽപ്പൊടി വെച്ചിട്ടുള്ളത്. അതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു പേടയിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേടയാണ്. പഞ്ചസാരക്ക് പകരം ഇതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പേട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. പേട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട് കേട്ടോ. 1 കപ്പ് പാൽപ്പൊടിക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അങ്ങനെയാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ് എടുക്കുമ്പോഴായാലും ഇതുപോലെ തന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ്. 2 ടേബിൾ സ്പൂൺ മാത്രമേ വേണ്ടൂ. ഈ ഒരു പേട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് പേട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ബട്ടറിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് നെയ്യ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. പേടയ്ക്ക് എപ്പോഴും നല്ലത് നെയ്യ് തന്നെയാണ്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. പെട്ടെന്ന് ഫ്ലെയിം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് അടിക്ക് പിടിക്കുകയും ചെയ്യും, അതുപോലെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പേട നന്നായി കിട്ടുകയും ചെയ്യില്ല, പേടയ്ക്ക് ആ ഒരു സ്മെല്ലും വരും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും നെയ്യും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. നന്നായിട്ടൊന്ന് ചൂടാവേ വേണ്ടു കേട്ടോ. 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതൊരു മാവ് പോലെ തന്നെ നമുക്ക് കുഴഞ്ഞ മാതിരി കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് പാൽപ്പൊടിയുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറിക്കിട്ടും. ചെറുതായിട്ടൊന്ന് കുക്കാവാനുണ്ടല്ലോ പാൽപ്പൊടി, അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതാ കണ്ടില്ലേ, ആ ഒരു പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാവ് പോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ മാതിരിയാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് ചൂടാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം പാല് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ആ പാലൊന്ന് വറ്റി കിട്ടാനാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ കൂടുതൽ സമയം നമ്മളിത് ഇളക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് സാഫ്രോൺ കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കാപ്പൊടി മാത്രം എടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ പോലും കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറുത്ത കുത്ത് നമ്മുടെ പേടയിൽ നല്ലോണം കാണും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകും, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി, എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂണാണ് ചേർത്ത്, അതിനുശേഷം ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടൂ.
ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നെയ്യും മൊത്തത്തിൽ ആ ഒരു മിക്സിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. നന്നായിട്ട് കുഴഞ്ഞ മാതിരി എല്ലാം കൂടി ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുത്ത് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാം കൂടി ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ കൂടുതൽ സമയം വെക്കരുത്. കൂടുതൽ സമയം വെക്കും തോറും ഇത് ഡ്രൈ ആയി മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. കുറച്ചൊന്ന് ചൂട് മാറി വരുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി തുടങ്ങാം. ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് കൈ തുടച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റാണ് അടച്ചു വെച്ചിട്ടുള്ളത്. അതിന് ശേഷമാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. ചെറിയൊരു ചൂടുണ്ട്, ആ ചൂടോട് കൂടി തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒട്ടും ക്രാക്കൊന്നും വീണിട്ടില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം. കൂടുതൽ സമയം നമ്മൾ ആ ഒരു പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി മാറും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നടുക്ക് ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും പേടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള 15 പേടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു പേടയുടെ നടുക്ക് ഒരു പിസ്തയാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം പിസ്തയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെച്ച് കൊടുക്കാം. പിസ്ത ഇല്ലെങ്കിൽ കാഷ്നട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേട ഇപ്പോൾ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ചൊന്ന് ഹാർഡായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പേട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പേടയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക്